മക്കളെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാം, രണ്ടല്ല 3 ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഓണം എക്സാമിൻ്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് എല്ലാം തുടക്കത്തിലെ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് കോണ്ടന്റ്, എളുപ്പമുള്ള കോണ്ടന്റും പിന്നെ വലിയ രീതിയിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ചാപ്റ്റേഴ്സും ആയിരുന്നു ഇനി വരുന്ന ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം ഇപ്പം ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന എല്ലാം കോണ്ടന്റ് വൈസ് ഒരുപാടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ പോലെ നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നുണ്ട് ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ. അപ്പം അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സിനെ നിങ്ങൾ ഇതിനു മുൻപ് പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ടല്ല, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെയാണോ കണ്ടിരുന്നത് ആ രീതിയിലല്ല നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആ ചാപ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ഇനി പഠിക്കാതിരിക്കുന്ന ചാപ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചത് ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഫോർമേഷൻ ഓഫ് എ കമ്പനി, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്, പിന്നെ ഇന്റേണൽ ട്രേഡ്. ഈ 3 ചാപ്റ്റേഴ്സും നിങ്ങൾ തെറോ ആയിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്റർ, അത് നിങ്ങൾ പലരും സ്കൂളുകളിലും ചിലപ്പോൾ എടുത്ത് കഴിഞ്ഞ സ്കൂളുകൾ ഉണ്ടാകും, ചിലപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്ന സ്കൂളുകൾ ഉണ്ടാകും. ഇപ്പം നമ്മളാണെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഓൾറെഡി നിങ്ങൾ സ്കൂളിൽ എടുത്തു കഴിഞ്ഞ ചാപ്റ്റർ ആണ്, നിങ്ങൾ വേണ്ട രീതിയിൽ അതിന് ഗൗരവത്തോടു കൂടി എല്ലാ ക്ലാസ്സിൽ ഇരുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും ഈ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ഒന്നുകൂടെ ഇരുന്ന് കാണണം. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ +2 കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രിക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ഇതെല്ലാം ആവശ്യം വരും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങളുടെ ബേസ്, ഇതാണ് നിങ്ങളുടെ ബേസ്. ഈ ബേസ് നിങ്ങൾ കറക്റ്റായിട്ടല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എത്രയൊക്കെ നിങ്ങൾ പഠിച്ച് കയറ്റിയാലും അതൊക്കെ തവിട് പൊടിയായിട്ട് താഴെ കിടക്കും, ഒരു ചീട്ട് കൊട്ടാരം പോലെ താഴേക്ക് വീഴുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്നുകൂടെ ക്ലാസ്സസ് കാണുക. ഇനി അതല്ല, പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുക, ആ ക്ലാസ് വരുന്നതിന് മുൻപ്, ഇപ്പോൾ സ്കൂളിൽ ആ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും, നമ്മൾ ബാച്ചിൽ ആ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം, ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഞാനിതിൻ്റെ മറ്റ് ക്ലാസ്സിൽ ഇരിക്കണ പോലെയല്ല, കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തേ പറ്റൂ എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബിസിനസ്സിലെ ഫിനാൻസ്, ഓക്കെ, അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ബിസിനസ്സിൽ വരുന്ന ഏതൊക്കെ ടൈപ്പ് ഫിനാൻസ്, നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള അസിസ്റ്റൻസ് ആണ് കിട്ടുക ഫൈനാൻഷ്യലി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ച് അധികം പഠിക്കാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് പഠിച്ചില്ലെങ്കിൽ പണി തരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെയാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ആശാന്റെ അടുത്ത് നിന്നാണ് നിങ്ങൾക്ക് അധികം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇപ്പൊ കഴിഞ്ഞ തവണ ചോദിച്ചത് ഇതിൽ നിന്ന് വന്ന 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിരുന്നു. കാരണം ഡയറക്റ്റ് ഏതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു ആൻസർ. പക്ഷെ സൂപ്പർ മാർക്കറ്റ് ആണെന്ന് പറയാതെ അതിന്റെ ഹിന്റ് തന്നു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് എഴുതും, ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പിള്ളേർക്ക് ആർക്കും മനസ്സിലാകാതെ കുറേ പേർക്ക് മാർക്ക് നഷ്ടപ്പെട്ടൊരു ഏരിയ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നിങ്ങൾക്ക് കുറച്ചധികം ടൈപ്പ് ഓഫ് ബിസിനസ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ഇന്റർനാഷണൽ, ഇന്റേണൽ ട്രേഡ്, നമ്മളെ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഡൊമസ്റ്റിക് ട്രേഡുകളാണ് കൂടുതൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇനി പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് പലർക്കും ആർട്സ്, സ്പോർട്സ് ഒക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ പലരും ബിസി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ കൂടെ വിട്ട് കളഞ്ഞാൽ നിങ്ങളുടെ ഭാവിയെ നിങ്ങളത് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ദോഷം ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോഴേ അതിൻ്റെ ഒരു ഗൗരവത്തോടെ കൂടെ വേണം ഈ ചാപ്റ്റേഴ്സിനെ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്, കീപ് ലേണിംഗ്.